ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് വിശദീകരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പെലായോ ആ ഏഞ്ചലിനെ കോഴിക്കൂട്ടിലിട്ട് പൂട്ടുന്നതാണ്. കിടക്കാൻ പോകുന്നതിന് മുൻപ് ആ ഏഞ്ചലിനെ കോഴിക്കൂട്ടിൽ അടച്ചിട്ടാണ് പെലായോ പോകുന്നത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ്, കുറച്ച് സമയത്തിന് ശേഷം, ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ, ആ കുട്ടി ഒരു പനിയോ ഒന്നുമില്ലാണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എണീക്കുകയാണ്. പെലായോ ഈ ഏഞ്ചലിനെ കോഴിക്കൂട്ടിലിട്ട് പൂട്ടി കിടക്കാൻ വേണ്ടി പോയി. അങ്ങനെ കിടക്കാൻ വേണ്ടി പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പനിയൊക്കെ മാറി എണീക്കുകയാണ്. ഓക്കെ, ഇവിടെ പാഠത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ കുട്ടിക്ക് പനിയാണ്, എലിസന്റെ കുട്ടിക്ക് പൊതിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ആ കുട്ടിക്ക് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഡിസയർ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടു കൂടിയാണ് കുട്ടി ആ പനി മാറി ഉറങ്ങി എണീക്കുന്നത്. ഓക്കെ, ദേ ഫെൽറ്റ് മെഗ്നാനമസ്, അവർക്ക് ഭയങ്കര നന്ദി തോന്നുകയാണ്. മെഗ്നാനമസ് എന്ന് പറഞ്ഞാൽ നന്ദിയാണ്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. അങ്ങനെ ഈ കുട്ടിയുടെ അസുഖം മാറിയത് ഈ ഏഞ്ചൽ കാരണമാണ് മനസ്സിലാക്കിയ പെലായോക്കും എലിസന്റേക്കും. ഇവർക്ക് ഇത് എങ്ങനെയാ മനസ്സിലാകുന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ആ നൈബർ വുമൺ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഏഞ്ചൽ വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അസംഷൻ വെച്ചിട്ട്, ആ ഒരു ചിന്ത വെച്ചിട്ട് പെലായോയും എലിസന്റെയും ഉറപ്പിക്കുകയാണ് ഇത് ഈ ഏഞ്ചൽ കാരണമാണ് ഈ കുട്ടിയുടെ അസുഖം മാറിയിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് ആ കുട്ടിയോട് അങ്ങനെ ഇവർക്ക് ആ ഒരു ഏഞ്ചലിനോട് ഭയങ്കര നന്ദി തോന്നാണ്. ആ നന്ദി ഇവർ എങ്ങനെയാ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, അവർ ആ ഏഞ്ചലിനെ ഒരു വള്ളം, റാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വെള്ളം, ചങ്ങാടം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനത്തിൽ കയറ്റി വിടാൻ തീരുമാനിച്ചു. ഒരു തോണി പോലത്തെ സാധനത്തിൽ കയറ്റി വിടാൻ തീരുമാനിച്ചു. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ, അതിൽ ഫ്രഷ് വാട്ടർ ഉണ്ട്, കുടിക്കാനുള്ള കുടിവെള്ളമുണ്ട്, ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days, 3 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും വെച്ചിട്ട് ഇതിനൊരു റാഫ്റ്റിലാക്കി അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പെലായോ എലിസന്റെയും. എവിടേക്ക് അയക്കാൻ പോകുന്നത്? ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്, കടലിലേക്ക് തന്നെ തിരിച്ചു വിടാൻ തീരുമാനിക്കുകയാണ്. പെലായും എലിസന്റെയും ഇതിന്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ 3 ദിവസത്തേക്കുള്ളത് വെച്ച് കൊടുത്തത് ഇതിനെ കടലിലേക്ക് തന്നെ തിരിച്ചു വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തിരിച്ചു വിടാൻ തീരുമാനിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നന്ദി കാണിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് ഏഞ്ചലിനോടുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ് ഈ ഏഞ്ചലിനെ റിലീസ് ചെയ്യാൻ, ഫ്രീ ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഏഞ്ചലിനോടുള്ള നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ ഫ്രീ ആക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇന്ന് അതിനെ ഫ്രീ ആക്കാൻ പറ്റൂല, കാരണം ഇന്ന് രാത്രി ആയിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ ഫ്രീ ആക്കാന്ന് വിചാരിച്ചിട്ട് പെലായും എലിസന്റെയും പോവാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി കടന്നു പോയിട്ട് അടുത്ത ദിവസം നേരം വിളിക്കാൻ. ബട്ട് when they went out into the courtyard at the first light of dawn, അടുത്ത ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ അവര് മുറ്റത്തേക്ക് പോയി നോക്കിയപ്പോൾ they found the whole neighborhood in front of the chicken coop, അവർക്ക് മൊത്തം അയൽവാസികളെയും ആ കോഴിക്കോടിന്റെ മുന്നിൽ കാണാൻ പറ്റി. ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ, ഇവർ ഈ ഏഞ്ചലിന്റെ കൂടെ കളിക്കുകയാണ്. അതിന്റെ കൂടെ പല കളികളും കളിച്ച് ഇവർ അതിന്റെ കൂടെ ഇങ്ങനെ അതിനെ കളിയാക്കിയിട്ടും അതിന്റെ കൂടെ കോമഡി കളിച്ചിട്ടൊക്കെ അവർ അങ്ങനെ നിൽക്കുകയാണ്. The visitors were tossing him things to eat through the openings of the chicken coop. ഈ വന്ന ആൾക്കാർ, ഈ ഏഞ്ചലിനെ കാണാൻ വന്ന ആൾക്കാർ ആ കോഴിക്കോടിന് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവില്ല, അഴികളില്ലേ, അതിന്റെ ഉള്ളിലൂടെ ആ ഏഞ്ചലിന് തിന്നാൻ വേണ്ടി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. It was if he weren't a supernatural creature but a circus animal. ഇവര് ഈ ഒരു ഏഞ്ചലിനെ അമാനുഷികമായിട്ടുള്ള ഒരു സാധനമായിട്ടല്ല കണ്ടത്. ശരിക്കും ഇതൊരു അമാനുഷികമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം. ഒരു പ്രായമായിട്ടുള്ള മനുഷ്യന് വലിയൊരു ചിറക് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്, സൂപ്പർ നാച്ചുറൽ ആണ്, മനുഷ്യന് ഇല്ലാത്തൊരു കഴിവ്. ഇപ്പൊ സൂപ്പർമാൻ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറാണ്, സ്പൈഡർമാൻ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറാണ്. അതേപോലെ തന്നെ വലിയ ചിറകുള്ള മനുഷ്യൻ എന്ന് പറയുന്നതും ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറാണ് ശരിക്കും. പക്ഷെ അവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആൾക്കാർ ഇയാളെ കാണുന്നത് ഒരു സർക്കസിലെ മൃഗം പോലെയാണ് ഇവര് ഇയാളെ കാണുന്നത്. The news of the captive angel spread with great rapidity. ഈ പിടിച്ചു വെച്ചിട്ടുള്ള ഏഞ്ചൽ, ക്യാപ്റ്റീവ് എന്നുള്ള വാക്ക് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, തടവിലാക്കുക. ഈ പെലായോ തടവിലാക്കി വെച്ച ഏഞ്ചലിന്റെ വാർത്ത
മൊത്തത്തിൽ പരക്കാണ്, എല്ലാ സ്ഥലത്തും നല്ല സ്പീഡിൽ പരക്കാണ്. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ഒരു തെരുവിന്റെ അത്ര തിരക്കുണ്ടായിരുന്നു ആ മുറ്റത്തിന്. ഒരു മാർക്കറ്റിലൊക്കെ ഉള്ള പോലെ ആൾക്കൂട്ടം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മുറ്റത്ത് ഫുള്ളായിട്ട് നിറയാം. അവിടെ മൊത്തം ആൾക്കാർ വന്ന് നിറയാണ്. ഓക്കെ, ദ കപ്പിൾ ഹാഡ് ടു കോൾ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് മോബ്. ആ ഒരു കപ്പിള് ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു. ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടാളക്കാരോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഒക്കെ കൂട്ടമില്ലേ, അവർക്കാണ് ട്രൂപ്സ് എന്ന് പറയാം. ടു ഡിസ്പേഴ്സ്, ഡിസ്പേഴ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പിരിച്ചുവിടുക. ഡിസ്പേഴ്സ് ദ മോബ്, ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഇവർക്ക് പട്ടാളക്കാരെ വിളിക്കേണ്ടി വന്നു. അതിന്റെ കാരണം ഞാൻ ഒന്നുകൂടി മലയാളത്തിൽ പറഞ്ഞുതരാം. അങ്ങനെ ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വേണ്ടി അയൽവാസികളൊക്കെ കൂടി. ഈ അയൽവാസികൾ കൂടിയെടുത്തു നിന്ന് ഈ ഏഞ്ചലിനെ പിടിച്ചു വെച്ച വാർത്ത ആ പ്രദേശം മൊത്തം പരക്കാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പെലായോന്റെ മുറ്റത്ത് ഫുൾ ആൾക്കാരെ കൊണ്ട് നിറയാണ്. അവിടെ ഫുൾ ആൾക്കാരെ, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ തിരക്കായി. പെലായോക്കും എലിസന്റയ്ക്കും പോലീസുകാരെ അല്ലെങ്കിൽ പട്ടാളക്കാരെ വിളിക്കേണ്ടി വന്നു ഈ ആളുകളെ പിരിച്ചുവിടാൻ. ഇനി ഇങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങനെ കൂടിയപ്പോൾ ദേ ഗോട്ട് ആൻ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ റഷ് ചെയ്ത് തടിച്ചുകൂടി വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഏഞ്ചലിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ പെലായക്കും എലിസന്റയ്ക്കും ഒരു ഐഡിയ തോന്നുകയാണ്. മുറ്റം മൊത്തം ഒന്ന് ഫെൻസ് ചെയ്താലോ, വേലി കെട്ടിയാലോ, വേലി അല്ലെങ്കിൽ മതിലോ എന്തെങ്കിലും കെട്ടി മറച്ചാലോ. ആൻഡ് ചാർജിങ് 5 cents ഫോർ ദ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്നിട്ട് ആ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ 5 സെന്റ് തരണം. ഒരു എൻട്രി ഫീസ് വെച്ചിട്ട് ആൾക്കാരെ കയറ്റി വിട്ടാലോ എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് കിട്ടുകയാണ് പെലായക്കും എലിസന്റയ്ക്കും. കാരണം അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് കാണിക്കുന്നതിന് പകരം ഈ ഏഞ്ചലിനെ കാണാൻ ഒരു ചെറിയ പൈസ ചാർജ് ചെയ്യാമെന്ന് പെലായവും എലിസന്റയും തീരുമാനിക്കുകയാണ്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഇതിനെ കാണാൻ ആകാംക്ഷ മൂത്ത ആളുകൾ ദൂരത്ത് നിന്ന് പോലും വരികയാണ്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് came in search of health. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായിട്ടുള്ള വികലാംഗരായിട്ടുള്ള ആളുകൾ, നിർഭാഗ്യവാന്മാരെന്ന് അൺഫോർച്ചുനേറ്റ് ഉള്ള വാക്കിന്റെ അർത്ഥമാണ്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ വികലാംഗർ, ഈ എന്തെങ്കിലുമൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓൺ എർത്ത്, ഭൂമിയിലുള്ള ആളുകൾ കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അവർ വിചാരിച്ചു ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരും എന്ന് വിചാരിച്ചിട്ട് ഇവര് ഹെൽത്തിന് വേണ്ടിയിട്ട് ഏഞ്ചലിന്റെ അടുത്തേക്ക് വരികയാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഏഞ്ചലിനെ അന്വേഷിച്ചു വന്നതെന്ന് അറിയും. ഇവർക്കൊരു വിശ്വാസം വന്നു, ഈ ഏഞ്ചലിന്റെ അടുത്ത് വന്നാൽ ഇവരുടെ അസുഖം മാറും. അങ്ങനെ വിശ്വാസം വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അസുഖം മാറ്റിയത് ഈ ഏഞ്ചലാണ്. അതുപോലെ ഇവിടെ വരുന്ന എല്ലാവരുടെ അസുഖവും ആരും മാറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഈ ഏഞ്ചൽ മാറ്റുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇതിന്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ.